ദൈവവിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകലാൻ പാടില്ല. ഞാനിവിടെ ഒരു രാജഗോപാലൊക്കെ കൊണ്ട് അമ്പലത്തിൽ പോകുന്ന എനിക്കറിയത്തില്ല, അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരനോട്, വിജയൻ അമ്പലത്തിന്റെ ആളാ കേട്ടോ, അതെനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കണം, കമ്മ്യൂണിസം ഒക്കെ ശരിയാ, പക്ഷേ ഒരു മുസൽമാനോട് കമ്മ്യൂണിസ്റ്റാ നീ പള്ളി പോരെന്ന് പറയാമോ? വെള്ളിയാഴ്ച ദിവസം ഇവിടെ പോവും, പള്ളി പോയിരിക്കും. ഒരു ക്രിസ്ത്യാനിയോട് നീ കമ്മ്യൂണിസ്റ്റാ പള്ളി പോരെന്ന് പറയാനുള്ള ധൈര്യം ആർക്കും. പക്ഷെ ആദ്യം ഹിന്ദുക്കൾ ഇറങ്ങിക്കോളും, പള്ളി അമ്പലത്തിൽ പോകത്തില്ല എന്ന് പറയും. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് അമ്പലത്തിൽ പോകത്തില്ല എന്ന് പറയും. അത് ശരിയല്ല. അമ്പലത്തിൽ പോരെന്നൊന്നും ഒരു സ്ഥലത്തും പറയുന്നില്ല. അത് അവനവന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്നെ രക്ഷിക്കുന്ന ദൈവം എന്നുള്ള വിശ്വാസം. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ആരൊക്കെ പോയാലും ദൈവം നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ മതവിശ്വാസിയല്ല, പക്ഷെ ഞാൻ ദൈവവിശ്വാസിയാണ്. നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മുസൽമാനെ ഞാൻ ബഹുമാനിക്കുന്നു. സത്യം തന്റെ മനസ്സിൽ ഭക്തിയുണ്ട്, അതങ്ങ് പ്രകടിപ്പിക്കുകയാണ്. ഒരാൾക്ക് ദൈവത്തിനെ വിശ്വസിക്കാൻ മതം മാറാൻ പറ്റൂല, വെറുതെ പറയുന്നതാണ്. ഈ ശിവന്റെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നാളെ ഒരു മുസൽമാനെ കല്യാണം കഴിച്ചേച്ച് ദൈവമേ എന്ന് വിളിക്കുമ്പം സത്യസന്ധമായിട്ട് മതം മാറി കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ചോദിക്കുക, ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ ഇവിടെ ഉള്ള ഒരു ഹിന്ദു അടിച്ചോണ്ട് വന്നു കല്യാണം കഴിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്ന് മതം മാറ്റിയെന്ന് പറഞ്ഞ് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇവിടെ സീമന്തരേഖ സിന്ദൂരമൊക്കെ ചാർത്തി കൊണ്ടുവരുമ്പോൾ ഇതിന്റെ മുമ്പിൽ വന്നിട്ട് ദൈവം എന്ന് വിളിക്കുമ്പോൾ ആദ്യം ദൈവം എന്നെ കണ്ണടച്ച് വിളിച്ച് ആദ്യം യേശു ക്രിസ്തുവിനെ തെളിയോ ശിവനെ തെളിയോ എന്ന് സത്യം പറയണം. സത്യം പറയണം. ആദ്യം യേശു ക്രിസ്തുവിനെ തെളിയും. ഒരു മുസ്ലിമായ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് ഹിന്ദു ആക്കിയാൽ ആ കുട്ടി ദൈവനെ എന്ന് വിളിക്കുമ്പോൾ ആദ്യം അള്ളാഹു മാത്രമേ തെളിയുള്ളൂ. അതുപോലെ ഹിന്ദുവിനെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കിയാലും മുസ്ലിം ആക്കിയാലും ഈ മതം മാറുക എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു വേലയാ, അല്ലാതെ അതിനകത്ത് ഒരു പൊരുളുമില്ല. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നിങ്ങളാരും ഒരു മതത്തിലും ജനിച്ചത് ആരും അപേക്ഷ കൊടുത്തിട്ടല്ല. ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചത് അപേക്ഷ ഇട്ടിട്ടല്ല. ആർ ബാലകൃഷ്ണനുടെയും വത്സല ബാലകൃഷ്ണനുടെയും മകനായി കൊട്ടാരക്കരയിൽ ജനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദൈവത്തിനും അപേക്ഷ ഇട്ടില്ല. ജനിച്ചപ്പോൾ അവിടെ ആയിപ്പോയെന്നേ ഉള്ളൂ. ഞാൻ ഹിന്ദുവായി ജനിച്ചില്ല, മനുഷ്യനായി ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് പേരിട്ട് 28 കിട്ടിയപ്പോൾ ഞാൻ ഹിന്ദുവായി. ഒരു മുസൽമാനായ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് സുന്നത്ത് ചെയ്ത് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതോടെ അവൻ തലമുണ്ടനം ചെയ്ത് തലമൊട്ടയടിച്ച് അവനെ സുന്നത്ത് ചെയ്ത് പള്ളിയിൽ കൊണ്ടവൻ മുസ്ലിമായി മാറുന്നു. അവൻ ചോദിച്ചിട്ടാണ് മുസ്ലിമായതല്ല. അവന്റെ അച്ഛനും അമ്മയും ആ ആചാരത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് അവൻ മുസ്ലിമായി. പള്ളിയിൽ കൊണ്ടുപോയി മാവോദിസം വെക്കുന്നു ക്രിസ്ത്യാനിയായ ഒരു കുട്ടി, അവൻ ക്രിസ്ത്യാനിയായിട്ടല്ല മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. അവിടെ തന്നെ ഇതാണ് ദൈവം, നമ്മുടെ ദൈവം യേശുവാണെന്ന് പഠിപ്പിക്കുമ്പോൾ യേശുവാണെന്ന് പഠിക്കുന്നു, ആ രീതി അനുസരിച്ച് പോകുന്നു. പള്ളിയിൽ ഞായറാഴ്ച പോകണമെന്ന് പറയുന്നു, അത് പാലിക്കുന്നു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല നെക്സലാന്ന് പറഞ്ഞാലും ഇവര് പള്ളിയിൽ പോകും. പക്ഷെ ഹിന്ദുക്കൾ മാത്രമാണ് പള്ളി. ഞാൻ പാർട്ടി പറയുന്നുണ്ട് പോയി, ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല പള്ളിയിൽ പോരുന്നു. എന്നാൽ ഈ പാർട്ടികളെല്ലാം പറയുന്നുണ്ട് അമ്പലത്തിന്റെ ഭരണം കിട്ടുന്ന പിടിച്ചോളാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ഞാനും എൻ്റെ ഒരു MLA എന്നുള്ള നിലയിൽ ഒരു പള്ളിയുടെയോ ഒരു അമ്പലത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാനോ എൻ്റെ പാർട്ടിക്കാരോ പാർട്ടി അടിസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് എനിക്കൊരു ആദർശമുണ്ട്. ഇപ്പൊ എന്റെ പാർട്ടിയുടെ ഒരു നേതാവിന് ഒരു പള്ളിയുടെ ചുമതലക്കാരനോ ഒരു അമ്പലത്തിന്റെ ചുമതലക്കാരനാവൻ അവസരം കിട്ടിയാൽ എടുത്തോണം സ്വന്തം നിലയ്ക്ക്. അല്ലാതെ കേരള കോൺഗ്രസ് ഈ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് മത്സരത്തിൽ പാർട്ടി പാനൽ ഉരിഞ്ഞ് മത്സരിക്കാൻ ഞാൻ അനുവദിക്കാറില്ല. അതിൽ ഞാൻ ഇടപെടത്തുമില്ല. തലൂർ അമ്പലത്തിൽ നടക്കാറുണ്ട് ഇലക്ഷൻ, പട്ടാഴി അമ്പലത്തിൽ വൻ ഇലക്ഷൻ നടക്കാറുണ്ട്. ഇതിലൊന്നും ഇന്ന് വരെ ഈ 15 വർഷത്തെ എൻ്റെ MLA പ്രവർത്തനത്തിനിടയിൽ 16ാം വർഷം കഴിയുമ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല, ഇടപെടത്തുമില്ല. ആരാണോ ഭരണസമിതി തിരഞ്ഞെടുക്കുന്നത് അവരെ MLA എന്ന നിലയിൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കും.